ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ടു മാജിക് ഒനിയൻ. നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി നിങ്ങൾ പല രീതിക്കും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ചിക്കൻ കറി വീഡിയോയിൽ ഗ്രേവി കുറച്ച് കൂടുതലുള്ള രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് അപ്പത്തിനൊക്കെ ചാറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രേവി ആയിട്ടുള്ള രീതിക്കാണ് ഇന്നത്തെ ചിക്കൻ കറി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുത്തേക്കുന്നത് 3 kg ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ അളവിലുള്ള മസാലക്കൂട്ടും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചിക്കൻ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് ടൈം അത് വെക്കുമ്പോൾ ഇറച്ചി കുറച്ചുകൂടി ടേസ്റ്റായിട്ട് വരും. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇവിടെ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്തേക്കുന്ന കല്ലുപ്പാണ്. നിങ്ങൾക്ക് പൊടിയുപ്പ് വേണമെങ്കിൽ പൊടിയുപ്പ് ചേർക്കാം. ഉപ്പ് നീര് വേണമെങ്കിൽ അതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ചേർക്കാം. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഇറച്ചിയിലൊക്കെ ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും നന്നായിട്ട് പിടിക്കുന്ന രീതിക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം. ഒരു മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിക്കനിൽ അത്യാവശ്യം മുളകും മഞ്ഞളും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് നാരങ്ങനീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കുറച്ചുകൂടിയും ടേസ്റ്റ് ആയിരിക്കും. ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. നാരങ്ങ ചേർക്കുന്നത് നമ്മുടെ ചിക്കനൊക്കെ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അതിലേക്ക് നന്നായിട്ട് ഈ മുളകും ഉപ്പും മഞ്ഞളൊക്കെ നന്നായിട്ട് പിടിക്കും നാരങ്ങ നീര് ചേർക്കുവാണെങ്കിൽ. അങ്ങനെ 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ആ ചിക്കൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് ഫുള്ളായിട്ട് ഒരുമിച്ച് വറുത്തെടുക്കാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ ഹാഫ് ആദ്യം ഇട്ടതിന് ശേഷം ബാക്കി ഹാഫ് പിന്നീടത്തേക്ക് ആദ്യത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കി ഹാഫ് ചേർക്കാവുന്നതാണ്. ചിക്കൻ എന്തോരം കൂടുതൽ ഫ്രൈ ആവുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ കറിക്ക്. അപ്പോൾ അത്യാവശ്യം കൂടുതൽ ടൈം ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ ഇടുന്നുണ്ട്. ഇടയ്ക്ക് ടൈമിലൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാണ്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു അരിപ്പത്തവി വെച്ച് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി നമ്മുടെ പകുതി ചിക്കൻ കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കുമ്പോൾ ഒത്തിരി കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു പരുവം ആവുമ്പോൾ തന്നെ ചിക്കൻ കോരി എടുക്കണം. അതിൻ്റെ അടിയിൽ എന്തെങ്കിലും അരപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവാള ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിക്കൻ വറക്കുന്ന സെയിം എണ്ണയിലും അതേ പാത്രത്തിലും തന്നെ അതിൻ്റെ സവാള കൂടെ വഴറ്റിയെടുക്കണം. എങ്കിലാണ് ആ എണ്ണയുടെ ഒരു ടേസ്റ്റൊക്കെ ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആ സവാളയിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഇത് സവാള വഴറ്റിയെടുക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കണം. സവാള വഴറ്റുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6-7 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തേക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ലാസ്റ്റ് ചിക്കൻ കറി റെഡി ആയി കഴിയുമ്പോൾ അതിലേക്ക്
മല്ലിയില ചേർക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ സവാളയിലേക്ക് ചേർത്തിട്ടുണ്ട്. വേറെ പൊടികളൊന്നും നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കാരണം സവാള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടിക്കോളും. സവാളയുടെ കളറ് നന്നായിട്ട് ചേഞ്ച് ആവുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തായിട്ട് നമുക്ക് ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർത്ത് കൊടുക്കാത്തത് പെട്ടെന്ന് അത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി സവാളയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചക്കുത്ത് പോകുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിക്കാണല്ലോ കൂടുതൽ വേവ് വരുന്നത്. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മല്ലിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന വരെ ആ എണ്ണയിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതിന് ശേഷമാണ് മുളക് പൊടി അതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് മുളക് പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ മുളക് പൊടിയും കൂടി നമ്മുടെ സവാളയുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. ഞാനിവിടെ ചേർത്തേക്കുന്നത് സാധാ മുളക് പൊടിയാണ്. ഇനി കളർ കുറച്ചുകൂടി ചിക്കൻ കറിക്ക് കൂടുതൽ കളറും കൂടെ കിട്ടണം എന്നുള്ളവർക്ക് കാശ്മീരി പൗഡർ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ചേർത്തതിന് ശേഷം കുറച്ചുകൂടി ടൈം മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്തോരം ചാറ് നമ്മുടെ ചിക്കൻ കറിക്ക് വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഗ്രേവി കുറച്ച് മതിയെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ഗ്രേവി വേണം എന്നുള്ളവർക്ക് വേണം അതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഗ്രേവിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അടുത്തായിട്ട് അതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടി ചേർക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു. ആ ഒരു ടൈമിൽ മസാലപ്പൊടി ചേർക്കുന്നില്ല. ഇനി അത് ചാറ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ഒത്തിരി ടൈം പിന്നെ അടുപ്പത്ത് വെക്കേണ്ടതില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവി വേണ്ടാന്നുള്ളവർക്ക് ഇത്രയും വെള്ളം ചേർക്കേണ്ടതില്ല. ഗ്രേവി ആയിട്ട് നമുക്ക് പറ്റിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.